ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഭരണഘടനയിലെ പൗരത്വം എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ പൗരത്വം അല്ലെങ്കിൽ ഭരണഘടനയിലെ പൗരത്വം എന്നുള്ള ഭാഗത്തിൽ നിന്ന് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നത് പൗരത്വം എന്നാണ്. പൗരത്വം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാമെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നതാണ് പൗരത്വം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 2 ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 2 അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 2 ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്നറിയപ്പെടുന്നത് ഏക പൗരത്വമാണ്. അടുത്തത്, ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടനിൽ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് ഏക പൗരത്വമാണ്. അത് കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. അടുത്തത്, പാർലമെൻറ്റ് ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955 പാർലമെൻറ്റ് ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1955 ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെൻറ്റ് ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955 അടുത്തത്, പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസാക്കാനുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനാണ്. അടുത്തത്, വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ്. വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ്. പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണ്. വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം വിശദീകരിച്ചിരിക്കുന്നതോ 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ്. അടുത്തതായി വരുന്നത്, 1955 പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമമനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. 1955 പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ മാത്രമാണ് പൗരത്വം നേടിയെടുക്കാനുള്ള അധികാരമുള്ളത്. അതിൽ ഒന്നാമതായി വരുന്നത് ജന്മസിദ്ധമായ പൗരത്വം, ബൈ ബർത്ത്. അതായത് ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. അതിന് ചെറിയ നിബന്ധനകളുണ്ട്. 1950 ജനുവരി 26 അതിന് ശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്നതാണ്. പക്ഷേ 1987 ജൂലൈ 1 അതിന് ശേഷമോ, എന്നാൽ 2004 ഡിസംബർ 3 മുൻപോ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അയാളുടെ ജനനസമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഈ 2 നിബന്ധനകളാണ് പറയുന്നത്. അതുപോലെ തന്നെ 2004 ഡിസംബർ 3 അതിന് ശേഷമോ
ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരായിരിക്കണം, ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അനധികൃതമായി കുടിയേറി പാർത്തവരും ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മെയിനായിട്ട്. 1950 ജനുവരി 26-നോ അതിനു ശേഷമോ 1987 ജൂലൈ 1-ന് മുൻപോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം കണക്കാക്കാതെ തന്നെ അവർ ഇന്ത്യൻ പൗരനായിരിക്കും. അതേസമയം 1987 ജൂലൈ 1-നോ അതിനു ശേഷമോ എന്നാൽ 2004 ഡിസംബർ 3-ന് മുൻപോ ഇന്ത്യയിൽ ജനിച്ചവരിൽ ഒരാളെങ്കിലും അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 2024 ഡിസംബർ 3-ന് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത് പിന്തുടർച്ച വഴിയായുള്ള പൗരത്വം ബൈ ഡീസൻറ്റ്. മൂന്നാമത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ബൈ രജിസ്ട്രേഷൻ. നാലാമത് ചിരകാല അധിവാസം വഴിയുള്ള പൗരത്വം ബൈ നാച്ചുറലൈസേഷൻ. അഞ്ചാമത് പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം, അതായത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, പ്രദേശം സംയോജനം വഴിയുള്ള പൗരത്വം. അപ്പോൾ 5 പൗരത്വങ്ങളാണ് പറഞ്ഞത്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. അടുത്തത് പൗരത്വത്തെ സ്വാഭാവിക പൗരത്വമെന്നും ആർജിത പൗരത്വമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പൗരത്വത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സ്വാഭാവിക പൗരത്വമെന്നും ആർജിത പൗരത്വമെന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് സ്വാഭാവിക പൗരത്വം. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്നറിയപ്പെടുന്നത്. രണ്ടാമത് ആർജിത പൗരത്വം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമമനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. എന്താണ് ആർജിത പൗരത്വം? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ്. അപ്പോൾ 2 തരം പൗരത്വമാണ് ഉള്ളത്: സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. ജന്മനാൽ ലഭിക്കുന്ന പൗരത്വം സ്വാഭാവിക പൗരത്വം. ആർജിത പൗരത്വമാണെങ്കിൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ്. അടുത്തത് രജിസ്ട്രേഷനാണ്. അതായത് മൂന്നാമത് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നതിനുള്ള മൂന്നാമത്തെ രീതിയാണ് ബൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ. അടുത്തതായി വരുന്നത് ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് മദർ തെരേസ. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? മദർ തെരേസയാണ്. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് മദർ തെരേസ. അടുത്തത് ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് ലാറി ബേക്കറൽ. ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയത് ലാറി ബേക്കറലാണ്. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറലാണ്. ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് ലാറി ബേക്കറൽ. ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തി മദർ തെരേസയാണ്. അടുത്തതായി നോക്കുന്നത് ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ്. ആദ്യമായി വരുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം. ഒന്നാമത് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം. രണ്ടാമത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. മൂന്നാമത് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. നാലാമത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന 4 അവകാശങ്ങളാണ് പറഞ്ഞത്. വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. ഇതുവരെ നമ്മൾ നോക്കിയത് പൗരത്വവുമായി ബന്ധപ്പെട്ട് പൗരത്വം ഉള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാവുന്നതാണ്. ഒരു പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നു. അത് ഏതൊക്കെയാണ്? ഒന്നാമതായി വരുന്നത് പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, അതായത് പരിത്യാഗം മുഖേന. പൗരത്വം നിർത്തലാക്കൽ, രണ്ടാമത് പൗരത്വം നിർത്തലാക്കലാണ്. മൂന്നാമത് പൗരത്വാപഹരണം. 3 രീതിയിലാണ് പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെടുന്നത്: പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. അടുത്തതായി നോക്കുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ, പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണെന്ന് പറഞ്ഞു. അതിൽ ഓരോ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത് ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരന്മാരെക്കുറിച്ച് വിവരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 5 എന്താണ്? ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരന്മാരെക്കുറിച്ച് വിവരിക്കുന്നു.
ഭാരതത്തിൻ്റെ പ്രദേശത്ത് ജനിക്കുകയോ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഭാരതത്തിൻ്റെ പ്രദേശത്ത് ജനിച്ചിരിക്കുകയോ ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് 5 വർഷത്തിൽ കുറയാത്ത കാലം ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് താമസിക്കുകയോ ചെയ്തിരുന്ന ആളെയാണ് ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്നത്. എന്താണ് പറഞ്ഞത്? ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ജനിക്കുകയോ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ജനിച്ചിരിക്കുകയോ ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ട് മുൻപ് 5 വർഷത്തിൽ കുറയാത്ത കാലം ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് താമസിക്കുകയോ ചെയ്തിരുന്ന ആളെയാണ് ഇന്ത്യൻ പൗരനായി കണക്കാക്കുന്നത്. അതാണ് ആർട്ടിക്കിൾ 5 വരുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരന്മാരെക്കുറിച്ച് വിവരിക്കുന്നതാണ് ആർട്ടിക്കിൾ 5. അടുത്തതായി ആർട്ടിക്കിൾ 6 പാകിസ്ഥാൻ ഭൂപ്രദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം സംബന്ധിച്ച കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 6 പ്രതിപാദിക്കുന്നത്. പാകിസ്ഥാൻ ഭൂപ്രദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 6 1948 ജൂലൈ 19 മുൻപ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നവർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 7 1947 മാർച്ച് 1 ശേഷം ഇന്ത്യയുടെ ഭൂപ്രദേശത്തു നിന്നും പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കുടിയേറിയ വ്യക്തിയെ ഇന്ത്യൻ പൗരനായി കണക്കാക്കുകയില്ല. ആർട്ടിക്കിൾ 7 പറയുന്നത് എന്താണ്? 1947 മാർച്ച് 1 ശേഷം ഇന്ത്യയുടെ ഭൂപ്രദേശത്തു നിന്നും പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കുടിയേറിയ വ്യക്തിയെ ഇന്ത്യൻ പൗരനായി കണക്കാക്കില്ല എന്നുള്ളതാണ്. അടുത്തത് ആർട്ടിക്കിൾ 8 1935 ഇന്ത്യൻ ആക്ട് പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിക്കുകയും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുകയും ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പൗരത്വം അനുവദിക്കും. ആർട്ടിക്കിൾ 8 പറയുന്നത് 1935 ഇന്ത്യൻ ആക്ട് പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിക്കുകയും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുകയും ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ പൗരൻ ആയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വത്തിൽ അനുവദിക്കുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 9 ഏതെങ്കിലും വിദേശ രാജ്യത്തിലെ പൗരത്വം സ്വമേധയ ആർജിക്കുന്ന വ്യക്തിയെ ആർട്ടിക്കിൾ 5, 6, 8 എന്നിവ പ്രകാരം ഇന്ത്യൻ പൗരനായി കണക്കാക്കില്ല. ആർട്ടിക്കിൾ 9 പറയുന്നത് ഏതെങ്കിലും വിദേശ രാജ്യത്തിലെ പൗരത്വം സ്വമേധയ ആർജിക്കുന്ന വ്യക്തിയെ ആർട്ടിക്കിൾ 5, 6, 8 പ്രകാരം ഇന്ത്യൻ പൗരനായി കണക്കാക്കില്ല. അടുത്തത് ആർട്ടിക്കിൾ 10 ഇന്ത്യൻ പൗരനായി കണക്കാക്കുന്ന ഏതൊരു വ്യക്തിയും പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ജീവിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 10 പറയുന്നത് ഇന്ത്യൻ പൗരനായി കണക്കാക്കുന്ന ഏതൊരു വ്യക്തിയും പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ജീവിക്കേണ്ടതാണ്. അടുത്തത് ആർട്ടിക്കിൾ 11 ഇന്ത്യൻ പൗരൻ്റെ പൗരാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിന് അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ആർട്ടിക്കിൾ 11 പറയുന്നത് ഇന്ത്യൻ പൗരൻ്റെ പൗരാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിന് അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അടുത്തതായി വരുന്നത് പൗരത്വ ഭേദഗതി 2019 ഒരു ഇമ്പോർട്ടൻ്റായ ഭാഗമാണ്. പൗരത്വ ഭേദഗതി 2019 പൗരത്വ ഭേദഗതി ബില്ല് 2019 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ ആണ്. പൗരത്വ ഭേദഗതി ബില്ല് 2019 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ്. ലോകസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10 പൗരത്വ ഭേദഗതി 2019 ലോകസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10 രാജ്യസഭ പാസ്സാക്കിയത് പൗരത്വ ഭേദഗതി ബില്ല് 2019 ഡിസംബർ 11 രാജ്യസഭ പാസ്സാക്കിയത്. പൗരത്വ ഭേദഗതി 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി ബില്ല് ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദാണ്. പൗരത്വ ഭേദഗതി 2019 ബില്ല് ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. 2014 ഡിസംബർ 31 അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ, അതായത് ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരെ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയത് എങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം 2019. 2014 ഡിസംബർ 31 അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്നവർ, അതായത് ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സി മതക്കാർ, ക്രിസ്ത്യാനികൾ എന്നീ മതങ്ങളിൽപ്പെടുന്നവർ
മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയത് എങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം 2019. അടുത്തത് 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D, 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് പൗരത്വ ഭേദഗതി 2019 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്തത്. 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D, 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് 2019 ഭേദഗതി ചെയ്തത്. സെക്ഷൻ 6B പുതുതായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പൗരത്വ ഭേദഗതി 2009 സെക്ഷൻ 6B പുതുതായി കൂട്ടിച്ചേർത്തു. സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D, 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് ഭേദഗതി ചെയ്തത്. അടുത്തത് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് മാറ്റി 5 വർഷമായി കുറയ്ക്കുകയും ചെയ്തു. അത് 3-ാം ഷെഡ്യൂളിലെ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമായി കുറച്ചത് 3-ാം ഷെഡ്യൂളിലൂടെയാണ്. അടുത്തത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തേത് പഞ്ചാബ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, അതായത് 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് പഞ്ചാബ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. രണ്ടാമത് പഞ്ചാബ്. അടുത്തത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയിൽ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളം. അടുത്തത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന ആശയത്തിന് 2004 ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകിയത്. ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന ആശയത്തിന് 2004 ഇന്ത്യൻ ഗവൺമെൻറ് രൂപം നൽകിയത്. ഇന്ത്യ ഗവൺമെൻറ് 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്താണ് ഈ ആശയത്തെ രൂപീകരിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്താണ് 2004 സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന ആശയം രൂപീകരിച്ചത്. 16 രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് നൽകുന്നത്. അടുത്തത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കൊഴികെ 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവരും ഇപ്പോൾ വിദേശ പൗരത്വം ഉള്ളവർക്കുമാണ് OCI കാർഡ് ലഭിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കൊഴികെ 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്കും ഇപ്പോൾ വിദേശ പൗരത്വം ഉള്ളവർക്കുമാണ് OCI കാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആജീവനാന്ത കാലാവധിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് OCI കാർഡുകൾക്ക് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല. ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്തത് OCI കാർഡ് പദ്ധതിക്ക് മുൻപ് നിലവിൽ വന്ന പദ്ധതിയാണ് PIO കാർഡ്, അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. OCI കാർഡ് പദ്ധതിക്ക് മുൻപ് നിലവിൽ വന്ന പദ്ധതി PIO കാർഡ്, അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. 1999 മാർച്ച് 30 ആരംഭിച്ച് PIO കാർഡ് പദ്ധതി 2015 സെപ്റ്റംബർ 15 പ്രാബല്യത്തിൽ വന്നു. 1999 മാർച്ച് 30 ആരംഭിച്ച PIO കാർഡ് പദ്ധതി 2015 സെപ്റ്റംബർ 15 നിലവിൽ വന്നു, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നു. 2015 ജനുവരി 9 PIO പദ്ധതി OCIയിൽ ലയിപ്പിക്കുകയും ചെയ്തു. 2015
ജനുവരി 9 PIO പദ്ധതി OCI പദ്ധതിയിൽ ലയിപ്പിക്കുകയും ചെയ്തു. അടുത്തത് OCI കാർഡ് ഉടമകൾക്ക് രാഷ്ട്രീയാവകാശം അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ 16 പറയുന്ന അവസര സമത്വം അവർക്ക് ബാധകമല്ല. OCI കാർഡ് ഉടമകൾക്ക് രാഷ്ട്രീയാവകാശം അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ 16 പറയുന്ന അവസര സമത്വം അവർക്ക് ബാധകമല്ല. അടുത്തത് 5 വർഷമായി OCI കാർഡ് കൈവശം വയ്ക്കുന്നതും കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവർക്കും 1955 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. 5 വർഷമായി OCI കാർഡ് കൈവശം വയ്ക്കുന്നതും കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവർക്കും 1955 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പൗരത്വവുമായി ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വവും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി 2019 അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.